അൽഹംദുലില്ലാഹ് അല്ലദീ ബിനിഅ്മതിഹി തത്തിമ്മു സ്വാലിഹാത്ത് വബിമന്നിഹി വഫളിഹി തതനസ്സലുൽ ഖൈറാത്ത് വൽ ബറകാത്ത് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ 2 ആയത്തുകളിൽ മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്ത് വരുന്ന വിശ്വാസികളെ അവരുടെ ഈമാൻ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് കൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ പരിശോധനയിൽ വിജയിച്ചവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബൈഅത്തിൽ ഏർപ്പെടണം എന്ന് പറയുന്നതാണ് ഇനി നമ്മുടെ മുമ്പിലുള്ള ആയത്ത്. ബൈഅത്ത് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ് ബൈഅത്ത് എടുക്കുന്നത് എന്നും ഈ ആയത്ത് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഏതെങ്കിലും വിശ്വാസിനികൾ ഹിജ്റ ചെയ്തു വന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകഴിഞ്ഞു പോയ ആയത്ത് മുൻനിർത്തിയിട്ട് അവരെ ഈമാൻ പരിശോധന നടത്തിയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. അതൊക്കെയും അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയും, ഇൻതലിഖ്ന ഫഖദ് ബായഅതുകുന്ന, നിങ്ങൾക്കിനി പോകാം, നിങ്ങൾ എന്നോടുള്ള കരാറ് ചെയ്തിരിക്കുന്നു, ഈ കരാർ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയാണ് വേണ്ടത്. പക്ഷെ അതേസമയം ബൈഅത്ത് ചെയ്യുന്നതിൻ്റെ ഒരു പൊതുവായ രീതി എന്ന് പറയുന്നത് സഹാബാക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചുകൊണ്ടായിരുന്നു ബൈഅത്ത് ചെയ്തിരുന്നത്. പക്ഷെ സ്വഹാബി വനിതകളുടെ കാര്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ നേരിട്ട് സംസാരിക്കുക മാത്രമായിരുന്നു ചെയ്തിരുന്നത്. വല്ലാഹി മാ മസ്സത്ത് യദു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യദംറഅത്തിൻ ഖത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ മറ്റൊരു സ്ത്രീയുടെ കൈയുമായിട്ട് ഒരിക്കലും സ്പർശിച്ചിട്ടില്ലായിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. ഈ അർത്ഥത്തിലുള്ള ഒരുപാട് ഹദീസുകളുണ്ട്. എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കേവലം വാചികമായിട്ടായിരുന്നു അവരിൽ നിന്ന് ബൈഅത്ത് എടുത്തിരുന്നത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നൽകപ്പെടുന്ന വിശദീകരണങ്ങൾ. ആയത്ത് തുടങ്ങുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. യാ അയ്യുഹൻ നബിയ്യു, യാ അയ്യുഹൻ നബിയ്യു എന്നുള്ള പ്രയോഗം വിശുദ്ധ ഖുർആനിൽ ധാരാളമായിട്ടും നമുക്ക് കാണാവുന്നതാണ്. ഈ ഒരു പ്രയോഗത്തിൻ്റെ പ്രത്യേകത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പൊതുവായ ചില കാര്യങ്ങൾ, അതല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾ, പ്രത്യേകമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സാധാരണ റസൂലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് യാ അയ്യുഹൻ നബിയോ എന്ന അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ആയത്തുകളിൽ നമുക്ക് കാണാവുന്നത്. യാ അയ്യുഹൻ നബിയോ ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആയത്തുകൾ നമുക്ക് കാണാവുന്നതാണ്. യാ അയ്യുഹൻ നബിയ്യു തഖില്ലാഹ വലാ തുതിഇൽ കാഫിരീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആയത്തുകൾ കാണാവുന്നതാണ്. യാ അയ്യുഹൻ നബിയ്യു ഇദാ തല്ലഖ്തുമുൻ നിസാഅ ഫതല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിൻ എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബപരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തുമായി ബന്ധപ്പെട്ട പൊതുവായ കാര്യങ്ങൾ, അതുപോലെ തന്നെ അത്തരം വിഷയങ്ങളൊക്കെയും ഈ യാ അയ്യുഹൻ നബിയ്യു എന്ന് പറയുന്ന അഭിസംബോധനയ്ക്ക് ശേഷം നമുക്ക് കാണാവുന്നതാണ്. പക്ഷെ ഇതിൽ നിന്ന് ഭിന്നമാണ് യാ അയ്യുഹർ റസൂൽ എന്നുള്ള പ്രയോഗം. വിശുദ്ധ ഖുർആനിലെ യാ അയ്യുഹർ റസൂൽ എന്ന് പരാമർശിക്കുന്നിടത്തൊക്കെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റസൂൽ എന്ന ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സാധാരണ പറയാറുള്ളത്. യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക് വ ഇല്ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലതഹ് എന്ന് പറയുന്ന ആയത്ത്, പ്രവാചകരെ, അള്ളാഹു താങ്കൾക്ക് അവതരിപ്പിച്ചിട്ടുള്ള സന്ദേശം താങ്കൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ റസൂൽ എന്നുള്ള അള്ളാഹുവിൻ്റെ ദൂതൻ എന്ന് പറയുന്ന ആ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട പരാമർശമാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ പൊതുവായ കാര്യമാണ് പറയുന്നത്. യാ അയ്യുഹൻ നബിയു, അല്ലയോ പ്രവാചകരെ. നബി എന്ന് പറയുന്നത് നബ കൊണ്ടുവരുന്നവരാണ്. നബ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റാത്ത, അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അളീം, വളരെ ഗൗരവാർഹമായ സാമൂഹികമായ പ്രത്യാഘാതമുളവാക്കുന്ന വാർത്തകൾക്കൊക്കെയും നബ എന്ന് പറയും. സാധാരണ മരം വീണു അല്ലെങ്കിൽ കരണ്ട് പോയി അതുപോലുള്ള വാർത്തകൾക്കൊക്കെയും സാധാരണ ഖബർ എന്നാണ് പറയാം. അപ്പോൾ നബ കൊണ്ടുവരുന്നവരാണ് അംബിയാക്കൾ എന്നൊക്കെയാണ് ഉലമാക്കൾ ഭാഷാപരമായി അതിനെ വിശദീകരിക്കുന്നത്. യാ അയ്യുഹൻ നബിയ്യു ഇദാ ജാഅകൽ മുഅ്മിനാത്തു യുബായിഅനക, ഇപ്പോൾ വിശ്വാസിനികൾ
താങ്കളുടെ അടുത്ത് വന്നിരിക്കുന്നു, താങ്കൾ അവരെ പരിശോധിച്ചിരിക്കുന്നു, അവരുടെ ഈമാൻ പരിശോധിച്ചിരിക്കുന്നു, അവരെ താങ്കളോട് കരാർ ചെയ്യുവാൻ അല്ലെങ്കിൽ ബൈഅത്ത് ചെയ്യുവാൻ അവർ തയ്യാറായിരിക്കുന്നു. ഇദാ ജാഅകൽ മുഅ്മിനാത്തു യുബായിഅനക, താങ്കളോട് ബൈഅത്ത് ചെയ്തുകൊണ്ട് ഈ വിശ്വാസികൾ താങ്കളുടെ അടുത്തേക്ക് വന്നാൽ, ഈ ബൈഅത്ത് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്ക് കരാർ ചെയ്യുക എന്നുള്ളതിൻ്റെ പ്രയോഗമാണ്. അപ്പോൾ ചില കണ്ടീഷനുകൾ നമ്മൾ ഏറ്റെടുക്കുന്നു, അത് നിർവഹിക്കാമെന്ന് നമ്മൾ ഒരാളോട് വാഗ്ദാനം ചെയ്യുന്നു, അതിന് പ്രതിഫലമായി നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്യുന്നു, അതിനാണ് ബൈഅത്ത് എന്ന് പറയുക. അപ്പോൾ ഈ മുബായഅത്ത് എന്ന് പറയുന്ന പദം ശരിക്ക് ഭാഷയിൽ ബൈഅ എന്നുള്ള പദത്തിൽ നിന്നാണ്. ബൈഅ പറഞ്ഞാൽ കച്ചവടമാണ്. നമ്മളൊരു നമ്മുടെ കയ്യിലുള്ള ഒരു കമ്മോഡിറ്റി, ഒരു ചരക്ക് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നു, അയാളുടെ തുക നമ്മൾ വാങ്ങുന്നു. അപ്പോൾ അതിൻ്റെ മറ്റൊരു രീതിയാണ് നമ്മൾ ഒരാളോട് കരാർ ചെയ്യുന്ന ബൈഅത്ത് ചെയ്യുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ റസൂല് പറയുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുത്ത് നടപ്പാക്കാം, ഈ വാഗ്ദാനങ്ങളൊക്കെയും ഞാൻ പൂർത്തീകരിക്കാം, അതിന് ഫലമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കുന്നു. അപ്പോൾ കർമ്മങ്ങൾ ഏറ്റെടുത്ത് കർമ്മങ്ങൾക്ക് പകരമായി പ്രതിഫലം ലഭിക്കുന്ന ആണ് യഥാർത്ഥത്തിൽ മുബായഅത്ത് അല്ലെങ്കിൽ ബൈഅത്ത് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഭാഷാപരമായ അതിൻ്റെ വ്യാഖ്യാനം ഈ അർത്ഥത്തിലുള്ളതാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് വിശ്വാസികൾ ബൈഅത്ത് ചെയ്യുവാൻ തയ്യാറായാൽ, ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഇതിന് ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ സംഭവിച്ചതല്ല. ഇപ്പോൾ മക്ക വിജയവേളയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സഹാബാക്കൾ വരുന്നുണ്ട്, സഹാബി വനിതകൾ വരുന്നുണ്ട്, ഒരുപാട് ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് ഒഴുകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകുമ്പോൾ സ്വാഭാവികമായിട്ട് ക്വാളിറ്റി ഇല്ലാത്തവർ ആ ഒരു ഒഴുക്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വരും. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി കുറവാണ് ഒരു കരാറിനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ അവരോട് നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്ന ഇന്ന പ്രവർത്തനങ്ങൾ ഇനി ചെയ്യരുത് എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ കൂടി കൊടുക്കുന്നതാണ് ശരിക്ക് ബൈഅത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസിനികളിൽ നിന്നെടുക്കുന്ന കരാർ എന്ന് പറയുന്നത്. അപ്പോൾ ആ കരാർ എന്തൊക്കെയാണ് എന്ന് പിന്നീട് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് അല്ല യുശ്രിക്ന ബില്ലാഹി ഷൈഅ. ഇതിൽ ഒന്നാമത്തേത് അള്ളാഹുവുമായുള്ള ഹക്കുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ട് കാര്യമില്ല, നേരെ മറിച്ച് അള്ളാഹു ഏകനാണ്, അവനാണ് സൃഷ്ടാവ്, അല്ലെങ്കിൽ അവൻ മാത്രമാണ് എന്നുള്ള അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ എല്ലാ വിശേഷണങ്ങളും അവന് മാത്രം പരിമിതപ്പെടുത്തുക എന്നുള്ളത് ആണ് തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മറ്റാർക്കെങ്കിലും എന്തിനെയെങ്കിലും ചേർക്കുക എന്ന് പറയുന്നത് ശിർക്കാണ്. ഇനി ഒന്നിനെയും ചേർക്കാതിരിക്കുക എന്ന് പറയുന്നത് ശിർക്കാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇല്ല എന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ പണി മറ്റൊരാൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അല്ലെങ്കിൽ സ്വയം സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതും ശിർക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ വിശ്വാസവും അതികഠിനമായ അല്ലെങ്കിൽ അതിഗുരുതരമായ തെറ്റായിക്കൊണ്ടാണ്, പാപമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്നത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹുവിലേക്ക് മറ്റൊന്നിനെ പങ്കു ചേർക്കുക എന്നുള്ളത് പുറത്തു കൊടുക്കുന്നതേയല്ല. മറ്റ് എന്ത് വേണമെങ്കിലും വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അള്ളാഹു ഇച്ഛിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുത്തേക്കാം. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറ ഇസ്മൻ അളീമ. ആരെങ്കിലും അള്ളാഹുവിന് പങ്കു ചേർക്കുന്നുവെങ്കിൽ അയാൾ ഒരു വലിയ ആരോപണമാണ് അല്ലെങ്കിൽ വലിയ ഒരു അപവാദമാണ് പ്രചരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ ഇത് ഒന്നാമത്തേത്, ഇത് ഇഫ്ലുദ്ദീൻ എന്നാണ് ഇതിനെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അല്ലെങ്കിൽ ശർഈ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. രണ്ടാമത്തേതും മൂന്നാമത്തേതും വലാ യസ്രിഖിന വലാ യസ്നീന, അവരെ മോഷ്ടിക്കുകയില്ല എന്നും വ്യഭിചരിക്കുകയില്ല എന്നും കരാർ ചെയ്യട്ടെ. അപ്പോൾ ഒന്നാമത്തേത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടതാണ്, രണ്ടാമത്തേത് വംശവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇത് രണ്ടും ഇസ്ലാം വളരെ ഗൗരവാർഹമായി കാണുന്ന അല്ലെങ്കിൽ വളരെ ഗുരുതരമായി കാണുന്ന വിഷയങ്ങളാണ്. ഒരുപാട് ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നതിന്, ഉപയോഗിക്കുന്നതിന് അല്ലെങ്കിൽ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നതിന് വിലക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വംശത്തിൻ്റെയും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ നിയമങ്ങൾ. വലാ യസ്നീന, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറയുന്ന അതേ നിയമങ്ങൾ, ആ നിയമത്തിൻ്റെ തന്നെ ഭാഗമാണ് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട
അതല്ലെങ്കിൽ കുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം എന്നൊക്കെ പറയുന്ന ആയത്തുകൾ, അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള വസ്ത്രധാരണം, അതല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാർക്കിടയിലുള്ള സങ്കലനം, ഇതുമായി ബന്ധപ്പെട്ടതെല്ലാം ഇതിലേക്ക് ചേർത്ത് നമ്മൾ വായിക്കേണ്ടുന്ന കൽപ്പനകളാണ്. വലാ യസ്രിഖിന വലാ യസ്നീന. അപ്പോൾ ഇത് രണ്ടും, അതായത് ഇഫ്ലുൽ മാല് അതുപോലെ തന്നെ ഇഫ്ലുൻ നസ്ല്, അതായത് സമ്പത്തിന്റെ സംരക്ഷണം അതുപോലെ തന്നെ വംശത്തിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. നാലാമത്തേത് വലാ യഖ്തുൽന ഔലാദഹുന്ന, അവരുടെ മക്കളെ വധിക്കുകയില്ല അല്ലെങ്കിൽ കൊന്നുകളയുകയില്ല എന്നുള്ളതും ബൈഅത്ത് ചെയ്യട്ടെ. ഇത് വളരെ ഗൗരവാർഹമായ ഒരു വിഷയമായിരുന്നു. എന്ന് പറഞ്ഞാൽ ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു പ്രവണത തന്നെയായിരുന്നു ഇത്. സാധാരണ റിവായത്തുകളൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത്, ഒരു സ്ത്രീ അവർ പ്രസവിക്കാറായാൽ അവരൊരു കുഴി കുഴിക്കും, എന്നിട്ട് ആ കുഴിയുടെ അടുത്താണ് അവർ പ്രസവിക്കുക. പിറന്നു വീണത് പെൺകുഞ്ഞാണെങ്കിൽ അവർ ആ കുഞ്ഞിനെ നേരെ കുഴിയിലേക്ക് തള്ളിയിടുകയായിരുന്നു ചെയ്തിരുന്നത്. എത്ര ഭീകരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിനെയാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ വലാ യഖ്തുൽന ഔലാദഹുന്ന എന്ന് പറയുന്നത്. അപ്പൊ അത് ആ കാലഘട്ടത്തിന്റെ ഒരു രീതിയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ മക്കളെ വധിച്ചിരുന്ന ഒരു സമ്പ്രദായം അങ്ങനെയായിരുന്നു. വിശുദ്ധ ഖുർആൻ വലാ തഖ്തുലു ഔലാദക്കും ഖശിയത ഇംലാഖ്, നിങ്ങൾ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ വധിക്കരുത്. നഹ്നു നർസുഖുഹും വ ഇയ്യാക്കും, അവർക്കുള്ള റിസ്ക്കും നിങ്ങൾക്കുള്ള റിസ്ക്കും ഒക്കെ നമ്മളാണ് തരുന്നത് എന്ന് സൂറത്തുൽ ഇസ്രാ 31-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പക്ഷെ ഈ കാലഘട്ടത്തിലും അതിൻ്റെ പല രീതികളുമുണ്ട്. ഒരാൾ സാമ്പത്തികമായ പ്രയാസം മുൻനിർത്തിയിട്ട് ഗർഭം വേണ്ട എന്ന് വെക്കുകയാണ്, അതല്ലെങ്കിൽ ഗർഭത്തിൽ വെച്ചുകൊണ്ട് കുഞ്ഞിനെ അലസിപ്പിക്കുകയാണ്. ഈ രീതികളൊക്കെയും വലാ യഖ്തുൽന ഔലാദഹുന്ന എന്ന നിരോധനത്തിൽ ഉൾപ്പെടുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഐക്യകണ്ഠേന അഭിപ്രായപ്പെടുന്നുണ്ട്. നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന, എന്നാൽ അത് വളരെ ഗൗരവാർഹമാണെന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ഈ ആയത്ത് മുൻനിർത്തിയിട്ട് പണ്ഡിതന്മാർ ഏകസ്വരത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിനുശേഷമുള്ളത് വലാ യഅ്തീന ബിബുഹ്താനിൻ യഫ്തരീനഹു, ഒരു ആരോപണം കെട്ടിച്ചമച്ചുകൊണ്ട് അവർ വരികയില്ല എന്നും, ബൈന ഐദീഹിന്ന വ അർജുലിഹിന്ന, അവരുടെ കൈകാലുകൾക്കിടയിൽ വെച്ചുകൊണ്ട്. അപ്പൊ അതിന് മറ്റൊരു വിശദീകരണമുണ്ട്, അതിലേക്ക് കടക്കാം. അപ്പൊ അതിന്റെ തുടക്കം വലാ യഅ്തീന, അവര് വരികയില്ല എന്നും, ബി ബുഹ്താനിൻ, ബുഹ്താന് അതുപോലെ ഇഫ്തിറ, രണ്ട് പദങ്ങളുണ്ട്. ബി ബുഹ്താനിൻ യഫ്തരീനഹു എന്നാണ് ഖുർആൻ ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇഫ്തറ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വ്യാജവാദം കെട്ടിച്ചമച്ച് പറയുന്നതിനാണ് സാധാരണ പറയാ. നിസ്സാരമായ ആരോപണത്തിനല്ല, വളരെ ഗൗരവാർഹമായ ഭീകരമായ ആരോപണങ്ങൾക്കൊക്കെയാണ് ഇഫ്തിറാ എന്ന് പറയുക. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങളെ കുറിച്ച് അം യഖൂലൂന ഇഫ്തറ, ആ പദമാണ് ഇവിടെ യഫ്തരീനഹു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളാണ്. അതിൻ്റെ കൂടെ ബുഹ്താനി എന്നാണ് വിശുദ്ധ ഖുർആൻ കൊണ്ടുവന്നിട്ടുള്ളത്. ബുഹ്താനി എന്ന് പറഞ്ഞാൽ കേട്ടാൽ കേൾക്കുന്നവര് നെട്ടിത്തരിച്ചു പോകുന്ന വൻ നുണകൾക്കാണ് ശരിക്ക് ബുഹ്താനി എന്നൊക്കെ പറയുക. നമ്മളെക്കുറിച്ച് ഒരാൾ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ തല കറങ്ങി ആകെ പരിഭ്രമിച്ച് വയ്യാണ്ടായി നിൽക്കുന്ന രൂപത്തിലുള്ള ആരോപണങ്ങൾ. ഈ ബഹത്ത് എന്ന് പറയുന്നത് ശരിക്ക് പരിഭ്രമം എന്നാണ്. നമ്രൂദിലേക്ക് ചേർത്ത് ഫബുഹിത്തല്ലദീ കഫർ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അന്താളിച്ചു പോകുന്ന അർത്ഥത്തിലുള്ള ആരോപണങ്ങളാണ്. അപ്പോൾ ആ ആരോപണങ്ങളെ കുറിച്ചാണ് ഇവിടെ യഫ്തരീനഹു ബിബുഹ്താനിൻ യഫ്തരീനഹു എന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്നത്. ജാഹിലിയത്തിൽ സാധാരണ ഇവർ സ്വീകരിച്ചിരുന്ന ചില രീതികളുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ പ്രസവിച്ചിട്ട് സ്വന്തം ഭർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് ഇത് നിങ്ങളുടെ കുട്ടിയാണ് എന്ന് ആരോപണം ഉന്നയിക്കുക. ആ കുട്ടിയുമായിട്ട് പ്രസ്തുത ഭർത്താവിന് ഒരു ബന്ധവും ഉണ്ടായിരിക്കുകയില്ല. അതല്ലെങ്കിൽ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്ക് നേരെ ആരോപണങ്ങൾ ഉന്നയിക്കുക. അപ്പം ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഭീകരമായ എന്ന് പറഞ്ഞാൽ ആളുകൾ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ, ആ ആരോപണങ്ങളൊക്കെ കുറിക്കാനാണ് ഈ വിശുദ്ധ ഖുർആൻ വലാ യഅ്തീന ബിബുഹ്താനിൻ യഫ്തരീനഹു എന്ന് പറയുന്നത്. അതിലേക്ക് കൈകാലുകൾക്കിടയിൽ എന്ന് പറയുന്നത് ബൈന ഐദീഹിന്ന വ അർജുലിഹിന്ന എന്ന് പറയാനുള്ളത് ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട അപവാദം. അപ്പോൾ കുട്ടി പിറന്നു വീഴുന്നത് എന്നൊക്കെയാണ് വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കൾ. എന്ന് പറഞ്ഞാൽ കൈകാലുകൾക്കിടയിൽ ആ കുഞ്ഞിൻ്റെ സ്ഥാനത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ആ മാതാവ് ചേർത്ത് വെക്കുന്ന കുഞ്ഞിനെ ചേർത്ത് വെക്കുന്ന സ്ഥാനത്തെക്കുറിച്ചാണ് ആ രൂപത്തിൽ പറയുന്നത്. രണ്ടാമത്തേത് സാധാരണ ഭാഷയിലുള്ള പ്രയോഗമാണ് കൈകാലുകൾക്കിടയിൽ എന്ന് പറയുന്നത്. കാൽ കൊണ്ട് നടന്ന് കൈകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ള അർത്ഥത്തിലുള്ള പ്രയോഗം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗുരുതരമായ അർത്ഥത്തിൽ
ഉള്ള ആരോപണങ്ങൾ ഉന്നയിക്കരുത്. വലാ യഅ്തീന ബിബുഹ്താനിൻ യഫ്തരീനഹു ബൈന ഐദീഹിന്ന വഅർജുലിഹിൻ. അപ്പോൾ ഇത് നിസ്സാരമായി കരുതുന്ന സംഗതിയല്ല. അപ്പോൾ ഒരാളുടെ ദീൻ എന്നുള്ളത് അയാളുടെ ജീവൻ, അയാളുടെ അഭിമാനം, അയാളുടെ ധനം, അയാളുടെ വംശം. അപ്പോൾ ഇങ്ങനെ 5 കാര്യങ്ങൾ അൽ-ദറൂറിയാത്തുൽ ഖംസ് എന്നാണ് ഉലമാക്കൾ, പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുക. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ശരീഅത്തിലെ ഏത് കൽപ്പനകളും നിർദ്ദേശങ്ങളും നിരോധനങ്ങളും ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ കാര്യങ്ങളുടെ സംരക്ഷണമാണ് അതിലെ അഭിവാജ്യ ഘടകം, അല്ലെങ്കിൽ അതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയും മുൻനിർത്തിയിട്ടുള്ള ഒരു കരാറായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളിൽ നിന്ന് സ്വീകരിച്ചിരുന്നത്. സഹാബാക്കൾ എന്ന് പറയുന്നത് സഹാബി വനിതകളും സഹാബി പുരുഷന്മാരും ഉൾപ്പെടുന്ന മുഴുവൻ സമൂഹത്തിൽ നിന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിരുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം വലാ യാസീനക ഫീ മഅറൂഫിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഒരു തുടർച്ചയുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് പഠിക്കാവുന്നതാണ്. വാഖിറ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.